ഞാൻ 14 വയസ്സാണ്. 14 വയസ്സാണ് നാളെ ഈ ചവിട്ടാട് രംഗത്തേക്ക് കടന്നു വരുന്നത്. കടന്നു വരുന്നതെന്ന് പറയുന്നത് ഈ ചവിട്ടാട് രംഗത്തേക്ക് കടന്നു വരുന്നതെന്ന് പറയുമ്പോൾ ചവിട്ടാടക്കാരാണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അതായത് എൻ്റെ വീടിന്റെ തൊട്ട് അയലന്തരത്ത് എൻ്റെ ഒരു വീട്ടില്, അടുത്ത വീട്ടില് ഈ ഒരു വലിയൊരു മുറ്റമാണ്. എന്ന് വെച്ചാൽ ചവിട്ടാട കളരിക്ക് അന്നുള്ള കളരി എന്ന് പറയുന്നത് വലിയൊരു മുറ്റം വേണം. കാരണം ഈ യോദ്ധാക്കള് അഭിനയിക്കാനും ഈ രാജപരമ്പര അനുസരിച്ച് അവതരിപ്പിക്കുമ്പോൾ യുദ്ധങ്ങൾ ഫൈറ്റുകളൊക്കെ നടത്താനായിട്ട് നല്ലൊരു സൗകര്യം വേണം. അങ്ങനെ ഒരു വലിയ മുറ്റമുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങളന്ന് കണ്ടത്. ഈ കണ്ട സമയത്ത് ഞാൻ ഈ ആശാന്മാരെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒരു കഥ കണ്ടിട്ട് ഞങ്ങളൊക്കെ അവിടെ നോക്കിയിരുന്നുകൊണ്ടിരിക്കും. ഇവര് ഞങ്ങളോട് പറയും വാഴെടുത്തിനോ എന്ന് പറയും. വാഴെടുത്തിനോ എന്ന് പറയും. അന്ന് നമ്മുടെ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അമ്മമാര് ഈ മടല് കീറി ഉണക്കായിട്ടുണ്ടാവും. ആ ഉണക്കാണ്ടിരിക്കുന്ന മടലാണ് കൊണ്ടുവന്ന് ഞങ്ങൾ കൊടുക്കുന്നത് വാളായിട്ട്, വാൾപ്പയറ്റ് നടത്താനായിട്ട്. അപ്പൊ അങ്ങനെ ആശാന്മാരി കൊണ്ടുവന്ന് കൊടുത്തു കഴിയുമ്പോൾ ഈ ആശാന്മാർക്ക് തൃപ്തിയായി അത് യുദ്ധം നടന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ കട്ടൻ ചായ കുടിക്കണം. കട്ടൻ ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കട്ടൻ ചായ വീട്ടിൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ കട്ടൻ ചായക്ക് ഞങ്ങളെ മേടിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പൊ ഇവര് ക്ഷീണിതരായിരിക്കുമല്ലോ. ആ സമയത്ത് ഞങ്ങൾ കൊടുക്കുമ്പോൾ അവരൊക്കെ തൃപ്തിയായിട്ട് ഇങ്ങനെ ഈ നാടകം ചവിട്ടി പൊളിച്ച് കളിച്ച് പഠിച്ച് ഇങ്ങനെ എല്ലാം അവതരിപ്പിച്ച് ഒരു 2-3 മണിക്കൂർ അവർ കളരിയിൽ അവതരിപ്പിച്ചതിന് ശേഷം ഈ ആശാൻ പറയും ഇനി ഇന്നത്തെ കളരി അവസാനിച്ചു, നമുക്ക് പിരിഞ്ഞു പോകാം എന്ന് പറഞ്ഞ് അനുഭവം. അങ്ങനെ ഓരോ ദിവസവും ജോലിക്കും മറ്റുള്ള കുടുംബം നോക്കണമല്ലോ, അങ്ങനെയുള്ള കൂലിവേലക്കാരൊക്കെ തന്നെ അന്നും അവരൊക്കെ കൂലിവേലക്കാർ വൈകുന്നേരം 6-6:30 മണിയാകുമ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം വീട്ടിൽ വന്നിട്ട് കുളിയും പാസ്സാക്കിയിട്ടാണ് ഈ കളരിലേക്ക് വന്നത്. അപ്പൊ ഈ കളരിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടലിൽ വെച്ചിട്ട് ആശാൻ വന്നിട്ട് എല്ലാവരും തിരഞ്ഞു നിൽക്കാൻ പറയും. എല്ലാവരും തിരഞ്ഞു നിന്ന് എല്ലാവരും ചോട് വെപ്പിച്ച് ഇങ്ങനെ പഠിപ്പിക്കും. മുറകൾ ചവിട്ടി മുറകൾ പഠിപ്പിച്ച് അടന്തേട് പഠിപ്പിച്ച് അത് കഴിഞ്ഞ ശേഷം ഇതെല്ലാം മാറിയതിനു ശേഷം ഓരോരുത്തരെയും വിളിച്ചിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുന്ന പാർട്ടുകൾ പഠിപ്പിക്കും. അപ്പൊ ഇപ്പൊ അൽഫോൺസാണ് അൽഫോൺസ്, വിശീതന്റെ വിശീത, രാജാവാണ് രാജാവ്, കുഞ്ഞൻ ചക്രവർത്തി, ആ രീതിയിൽ എങ്ങനെ അൽഫോൺസാണ് കൊണ്ടു ഞാൻ ആദ്യമായിട്ട് ബന്ധപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് നാടകത്തിൽ ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നടത്തിപ്പോയി. അപ്പൊ ഞാൻ അങ്ങനെ ആ നാടകമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനൊക്കെ ഈ മടല് പാളായിട്ടൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് കൊച്ചാണ്. കൊച്ചെന്ന് പറഞ്ഞെങ്കിൽ ഒരു 8-9 വയസ്സ് പ്രായം. ആ സമയത്താണ് ഞാൻ അതൊക്കെ എടുത്ത് കൊടുക്കുന്നത്. അതങ്ങനെ കണ്ട് നമ്മുടെ മനസ്സിൽ നിങ്ങൾ തറയും. അങ്ങനെ ഈ ചവിട്ട് നാടകം അപ്പൊ എന്നുണ്ടെങ്കിൽ അന്ന് ചവിട്ടി പൊടിച്ച് കളിക്കുന്ന രംഗമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴല്ലോ കൊള്ളാലത്, ഇത് നമുക്ക് പഠിക്കണം എന്നുള്ള ആ ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരികയാണ്. അങ്ങനെ 11-12 വയസ്സ് വരെയൊക്കെ നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അതിനകത്ത് മുഴുവനായി. അങ്ങനെ ഞാനും ആ നാടകത്തിൽ ബന്ധപ്പെട്ട് നാടകത്തോടനുബന്ധിച്ച് നാടകത്തിൽ മുറകളും ചുവടുകളും അടന്തകളും പാട്ടുകളും എല്ലാം പഠിച്ച് സ്വന്തമായിട്ട് അന്ന് കളിക്കുന്നത്. അന്ന് ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത ഉണ്ട്. അത് കരണ്ടും പരിപാടിയൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെയുള്ള സമയമാണ്. അന്ന് തുടങ്ങി നമ്മൾ പാടുന്ന പാട്ട് ഒരു 500 മീറ്റർ വരെയെങ്കിലും ഈ പാട്ട് നമ്മൾ എത്തിക്കണം. ആ രീതിയിലുള്ള പാട്ട് നമ്മൾ സ്വന്തമായിട്ട് പാടി സ്റ്റേജിൽ സ്വന്തമായിട്ട് പാടി കളിക്കുന്നത്. അപ്പൊ ഒരാളിന് പാട്ട് പാടുന്നുണ്ടെങ്കിൽ വേണ്ടി 1/2 മണിക്കൂറെങ്കിലും ഒരു വ്യക്തി പാട്ട് പാടിയൊക്കെയാണ് കളിക്കേണ്ടത്. അന്ന് ഞങ്ങൾ കളിക്കുമ്പോഴെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചെറിയ നാടകം 3 ദിവസം കൊണ്ടാണ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. 3 ദിവസം കളിച്ചാലേ കഥ തീരുള്ളൂ. അങ്ങനെയുള്ള കളിക്കുന്ന നാടകം കാറൽസ്മാൻ നാടകമായിട്ട് 13 ദിവസം കളിച്ചാലേ തീരുള്ളൂ. ഏറ്റവും വലിയ നാടകം കാറൽസ്മാൻ നാടകമാണ്. അപ്പൊ ആ കാറൽസ്മാൻ നാടകം 13 ദിവസം കൊണ്ട് കളിച്ചെങ്കിൽ മാത്രമേ ഈ സ്റ്റേജ് അവസാനിപ്പിച്ച് കഥ അവസാനിപ്പിച്ച് പോകാൻ പറ്റുള്ളൂ. പക്ഷെ അത്രത്തോളം ക്ഷമയും പരിപാടികളും നമുക്ക് ആൾക്കാരും കിട്ടുമല്ലോ. പക്ഷേ അന്ന് നമ്മുടെ വീടുകളിൽ TV, റേഡിയോ, മറ്റുള്ള വാർത്താ മാധ്യമങ്ങളൊന്നും നമ്മുടെ വീട്ടിലില്ല. അപ്പൊ അതുകൊണ്ട് അന്ന് പള്ളിപ്പറമ്പുകളിലും അമ്പലപ്പറമ്പുകളിലും ഒക്കെ ഈ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനുണ്ടല്ല ജനങ്ങൾ നല്ല സപ്പോർട്ടായിരുന്നു. അതായത് നമ്മളിന്ന് ഒരു ചവിട്ട് നാടകം, അൽഫോൺസ് നാടകം മാലപ്പുറംപള്ളിയിൽ നാളെ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പ്രഖ്യാപനം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാടകത്തിന് കാണാനായിട്ട് അന്ന് 5 മണി കഴിയുമ്പോ വൈകുന്നേരം 5 മണി ആയി കഴിഞ്ഞാൽ
നമ്മുടെ അമ്മൂമ്മമാരും അമ്മമാരും നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ ഉണ്ടല്ലോ കിടക്കുമ്പോൾ അയൊക്കെ എടുത്തിട്ട് വന്നിട്ട് നേരെ വെളി അത് വെളിയിലാണ് പരിപാടി വരുന്നത്. മലപ്പുറം വെളിയിൽ ഇങ്ങനെ നിരത്തി കിടത്തി ഇതൊക്കെ എന്താ പറയാ ഇവരുടെ കൊച്ചുമക്കളെയൊക്കെ കൊണ്ടുവന്ന് ഉറക്കം വരുമല്ലോ കിടത്താൻ വേണ്ടി അവർ സംവിധാനം ചെയ്യും. ഈ നാട് ഒരു കണ്ട് ആസ്വദിക്കണം. നമ്മുടെ വീട്ടിൽ വേറെ റേഡിയോ ഇല്ല, ടി വി ഇല്ല, ഒന്നുമില്ല. ആ ഒരു കാലഘട്ടം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ കലക്ക് നല്ലൊരു പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അന്ന് ചവിട്ടുനാടകം എന്ന് പറയുന്നത് ഭയങ്കര വിജയമായിരുന്നു. അന്ന് ഈ സ്റ്റേജ് നാടകങ്ങൾക്ക് അത്ര ഇല്ലെങ്കിലും പോലും, പക്ഷെ പിന്നീട് സ്റ്റേജ് നാടകങ്ങൾക്ക് പരിപാടി വന്നു. ഇപ്പോ നമുക്ക് സ്റ്റേജ് നാടകങ്ങൾക്കോ ഗാനമേളക്കോ മറ്റുള്ള പരിപാടി സ്റ്റേജ് പരിപാടിക്ക് വിജയം കുറയാനുള്ള കാരണം ഇന്നത്തെ സാമൂഹിക സാഹചര്യമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഈ കഞ്ചാവ് കള്ള് പരിപാടിയൊക്കെ അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരി പിള്ളേർക്ക് ഒരു അപ്പച്ചനും അമ്മച്ചിക്കും ഒരു പെപ്പച്ചനും ഒരു മോനായിട്ട് രാത്രി യാത്ര ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാലഘട്ടം വന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ നാടകം പഠിച്ച് കളിച്ച് എല്ലാം കൂടി കുറെ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അരമനയിൽ അച്ചാരോണമിൽ പിതാവും കാരിക്കശ്ശേരി പിതാവും രണ്ടുപേരും ഒരേ സമയത്ത് ഇവിടെ ഇരിക്കുന്ന സമയത്താണ് എന്നെ വിളിച്ചുകൊണ്ട് പറയുന്നത്, നീ നാടകം പഠിപ്പിക്കണം. ഈ നാടകം പഠിപ്പിക്കുമ്പോൾ ലൈവായിട്ട് കളിപ്പിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ലൈവായിട്ട് കളിക്കണം എങ്ങനെ? അപ്പൊ എന്താ പറഞ്ഞില്ല, അതായത് പാട്ടും ആട്ടവും എല്ലാ പരിപാടികളും കൃത്യമായിട്ട് ജനങ്ങളെ അവതരിപ്പിച്ച് മനസ്സിലാക്കിക്കണം. അപ്പൊ അതനുസരിച്ച് നീ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മോനെ അതൊക്കെ മേടിക്കണം. മോളെ മേടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് നടക്കില്ല ഞാൻ എന്താ നടക്കില്ല, അങ്ങനെ നടക്കില്ല. എന്റെ നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ടാണ് കളിച്ചു തീർക്കുന്നത്, അല്ലാണ്ട് പെട്ടെന്നുള്ള പരിപാടി ഒന്നും നടക്കില്ല. അങ്ങനെയല്ലടാ, ഒരു 3 മണിക്കൂറിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. എന്നാ ഒരു കാര്യം ചെയ്യും, 1.5 മണിക്കൂറിൽ തീരാൻ പറ്റുമോ? എന്തായാലും ഇല്ലെന്നോ, നടക്കില്ല. 2 മണിക്കൂർ തീരാൻ പറ്റാം, 2 മണിക്കൂർ തീരാവില്ല. പിന്നെ 3 മണിക്കൂറിലാക്കി ആദ്യമായിട്ട് ഞാൻ ചവിട്ടുകാട് റെക്കോർഡിക്കലായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അച്ചാരോണ പിതാവാണ്, മരിച്ചുപോയി. അച്ചാരോണ പിതാവും കാരിശ്ശേരി പിതാവും അന്ന് കാരിശ്ശേരി പിതാവും ജീവിച്ചിരിപ്പുണ്ട്. ഇത് നമ്മുടെ അരങ്ങലിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞാണ്, ഈ നാടകം ഒരു 2 മണിക്കൂറാക്കി കളിക്കാനായിട്ട് നീ ശ്രദ്ധിക്കണം. പിന്നെ ആളെ കുറക്കണം, പിന്നെ ലൈവായിട്ട് കളിക്കണം സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് കളിക്കണമെന്ന് പിടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നടക്കൂല പിതാവെന്ന് പറഞ്ഞു. ഒരു 3 ദിവസം മുതൽ 7 ദിവസം 9 ദിവസം 13 ദിവസം വരെ കളിച്ചു തീർക്കുന്ന ചവിട്ട് നാടകം എന്നോട് പിതാവ് പറയണമെന്നറിയോ, വെറും 1.5 മണിക്കൂറിന് കളിക്കാൻ ചേർക്കണമെന്ന്. നടക്കുക, എന്റെ ആശാന്മാരോട് ജീവിച്ചിരിക്കുന്നു, ഞാൻ നമ്മൾ നടക്കില്ല എന്ന് പറഞ്ഞ് അന്ന് തെറ്റിപ്പറഞ്ഞു. പിതാവ് പറഞ്ഞു, ഒരു കാര്യം നീ ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്യും, എനിക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ പ്രോത്സാഹനം തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് പ്രോത്സാഹനം തരും? അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം, എനിക്ക് നമ്മുടെ അരമനയിൽ എത്ര പള്ളിയുണ്ട്? അന്ന് ഞാൻ എന്നെ വേണ്ട 108 പള്ളിയോ 109 പള്ളിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പിതാവേ ഒരു കാര്യം ചെയ്യും, പിതാവ് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അംഗീകരിക്കാം. എന്നാ ഒരു കാര്യം, കൊമ്പറയിൽ തിരുനാള് നമ്മുടെ വരാപ്പുഴ അതിരുടെ കീഴിൽ നടക്കുന്ന പള്ളികളിൽ എന്തെങ്കിലും ഒരു പരിപാടി കലാപരിപാടി നടത്തണമെങ്കിൽ ആ പരിപാടിയിൽ എന്റെ ചവിട്ടുകാട് നടത്തണം. അതെനിക്ക് അംഗീകാരം തന്നെ. അപ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു, നടക്കില്ലെന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ പോകണമെന്ന് പറഞ്ഞു. എടാ നീ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്തു വരുന്ന കാര്യങ്ങളിൽ അന്ന് എനിക്ക് തന്നൊരു അംഗീകാരമാണ് 10-70 പള്ളികളിൽ ഞങ്ങൾ നടന്ന് ചവിട്ടുകാടാൻ കഴിച്ചത്. അന്ന് ഞാൻ കൊച്ചുതോവിയാസ് നാടകമായിട്ട് നടന്നിട്ട് ഒരു 10-70 പള്ളിയിൽ കളിച്ച് മതിയായി. കളിച്ച് ചവിട്ടാടൻ കളിച്ച് മതിയായ ഒരു വ്യക്തിയാണ് അന്ന്. ആ ഒരു കഥ മാത്രം ഉണ്ടായത്. പിന്നീട് വേറെ കഥകളൊക്കെ അവതരിപ്പിക്കാമായിരുന്നു, അത് നടന്നില്ല. ബൈബിൾ കഥകൾ മാത്രമാണ് നമ്മൾ അവതരിപ്പിക്കാറുള്ളത്. പിന്നെ വേറെ കാര്യമുണ്ട്, ഞാൻ എടുക്കണ്ട്. ഞാനിപ്പോ പോണ്ട് മഹാഭാരതം, രാമായണം, ഇതൊക്കെ നമ്മൾ എടുക്കാൻ പോണ്ട്. എന്നുവെച്ചാല് നമുക്ക് ഞാൻ പഠിച്ച് അവർക്ക് വേണ്ടി കളിച്ചു പോയ സ്റ്റേജിൽ എനിക്ക് തരാൻ സാധ്യതയുണ്ട്, അവർ തരും മഹാഭാരതം. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ ഈ ക്രിസ്ത്യാനികൾ കളിക്കുമ്പോൾ അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് പറയാം. അവരുടെ അമ്പല കോമ്പൗണ്ടാണ്. അമ്പല കോമ്പൗണ്ടില് നമ്മുടെ ക്രിസ്ത്യാനികളെ പഠിക്കും. നമ്മുടെ പള്ളികളിൽ ആർക്ക് വേണമെങ്കിലും വരാം, കുമ്പിടാൻ പിടിക്കാം, എല്ലാം ചെയ്യാം. കുർബാന സ്വീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. ബാക്കി എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ അനുവദിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പൊ ആ ഒരു കാര്യം. ആ തമിഴ് ഭാഷ, അതായത് ചിന്നപ്പണ്ണാവി എന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് അൻവൂരാണ് ഈ സാധനം ഇവിടെ കൊണ്ടുവന്നത്, ചവിട്ടുനാടകം. ഈ ചവിട്ടുനാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചാല് ഈ ഇവര് തമിഴ് ഭാഷയിലാണ് കൊണ്ടുവന്നത്. തമിഴ് ഭാഷയിൽ കൊണ്ടുവന്നിട്ട് തമിഴ് ഭാഷയിലാണ് ഈ നാടകം രചിച്ച് എല്ലാം വന്നത്. അതിനുശേഷം പരിഭാഷപ്പെടുത്തി നമ്മൾ മലയാളത്തിലേക്ക് ഇതായതാണ് ഈ മലയാളം കളിക്കുന്നത്. പക്ഷെ എല്ലാം തമിഴ് ഭാഷയിലാണ്. ഈ ചിന്നപ്പണ്ണാവിയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തത്. ചിന്നപ്പണ്ണാവി എന്ന് പറയുന്ന വ്യക്തി, അണ്ണാവി പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഗോത്രത്തില് ഒരു ഇതുണ്ട്. അപ്പൊ ഗോത്രത്തില് അവർക്ക് ആ ഒരു ഫെസ്റ്റ് അവിടെ ഉണ്ട്. ഈ ഗോത്രത്തിൽ എന്ന് പറഞ്ഞെങ്കിൽ ഇതിനകത്ത് ഫേമസ് ആയിപ്പോയി. ഫേമസ് ആകാനുള്ള കാരണം എന്ന് വെച്ചാല് ഈ ഏണ്ട് ഒരു 10-50 വർഷത്തിന് മുമ്പാണെന്ന്, 60 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു. അതായത് കാർമ ചരിത്രം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് ജോർജ് ശിഷ്യന്മാരും ഒക്കെ കൂടി ഡൽഹിയിൽ ഈ റിപ്പബ്ലിക് ഡേക്ക് പങ്കെടുക്കാൻ വേണ്ടി ഒരു ടേബിള് ഇത് പങ്കെടുക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടി. അന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് നമ്മുടെ നെഹ്റുവാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നെഹ്റു ഇരിക്കുന്ന സമയത്ത് ഈ വലിയ ടേബിൾ അവതരിപ്പിച്ച് ഈ വേഷവിധാനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴേ, ഈ കിരീടങ്ങളും പരിപാടികളും വേഷവിധാനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ റോമൻ സൈന്യങ്ങൾ വന്ന് ഇറങ്ങി വന്ന് നിൽക്കണമാതിലുള്ള ഒരു പ്രത്യേകത തോന്നിക്കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ നെഹ്റുവിന് ഒരു പ്രത്യേക ആവേശം തോന്നിയിട്ട് ഈ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴല്ലേ ഇവരെ വിളിപ്പിച്ചിട്ട് ഇയാളുടെ ജോർജ് ആശാന്റെ തലയിൽ നിന്ന് ഒരു കിരീടം എടുത്തിട്ട് അയക്കുമാരുടെ നെഹ്റുവിന്റെ തലയിൽ വെക്കുകയും അദ്ദേഹം ഭയങ്കര ആഹ്ലാദം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതോടുകൂടി ഗോതിർത്തിക്കാർക്ക് ഭയങ്കര പേരായിപ്പോയി. അന്ന് പോലെ ഗോതിർത്തിക്കാരാണ് ഈ ചവിട്ടടക്കാര് എന്നുള്ള രീതിയിൽ ആ പരിപാടി ഭയങ്കര പ്രശസ്തമായി. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എവിടെ കളിച്ചാലും കലയാണില്ല. കല അവതരിപ്പിക്കുന്നവർ ആരാണെങ്കിലും കല അവതരിപ്പിക്കുന്നത് മാന്യമായ രീതിയിൽ കല രംഗത്ത് അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ കലക്ക് മാത്രമേ നമ്മൾ അംഗീകാരം കൊടുക്കുള്ളൂ. അത് പൊതുജനമാണ് അംഗീകാരം കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ നാളെ വന്നിട്ട് സ്റ്റേജിൽ വന്നിട്ട് എന്തെങ്കിലും ചവിട്ടാടോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന കല ഞാൻ അവതരിപ്പിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന ജനങ്ങള് അത് ഉൾക്കൊണ്ടെങ്കിൽ മാത്രമല്ല അംഗീകാരം കിട്ടുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പൊ ആ രീതിയിൽ അന്ന് അവർക്ക് നല്ലൊരു അംഗീകാരം കിട്ടി. അതോടുകൂടി ഗോതിർത്തിക്കാർക്ക് നല്ല പേരും കിട്ടി. പക്ഷെ എന്താ കൊച്ചു മുടങ്ങി നമ്മുടെ ഹോട്ടൽ വെച്ച് മുടങ്ങി ചെല്ലാനം വരെയുള്ള ചവിട്ടുനാടകക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ചവിട്ടുനാടകം അറിയാം, ചവിട്ടുനാടകം കളിക്കലുണ്ട്. പക്ഷെ എന്നും ഈ നമ്മളുടെ ഗോതിർത്തിക്കാരിക്കാണ് പേര് നിൽക്കുന്നത്. അത് നമ്മുടെ ഈ ഒരു ഇതിലൂടെയാണ് ആ പേര് കിട്ടിപ്പോയത്. പക്ഷെ അവരതനുസരിച്ച് സഹകരിച്ച് കളിച്ച് പോകുന്നുണ്ട്. അത് കൃത്യനിഷ്ഠയോടെ കളിച്ചു പോകുന്നുണ്ട്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമാണ് ഈ ചവിട്ടുനാടകം. പ്രൊഫഷണൽ നാടകം, സ്റ്റിൽ നാടകം പരിപാടികളെന്ന് പറഞ്ഞാൽ നമുക്ക് അധ്വാനം കൂടിയ നാടകമാണ് ചവിട്ടുനാടകം. അധ്വാനമുണ്ട്. അധ്വാനം എന്ന് പറഞ്ഞെങ്കിൽ ഒരു മന്ത്രി പാർട്ടുകാരൻ ഒരു മന്ത്രി രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മന്ത്രി അവന്റെ സകലവിധ കഴിവുകളും അവിടെ അവതരിപ്പിക്കും. അതായത് എന്റെ ചക്രവർത്തി അല്ല എന്റെ രാജാവ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ആളാണ്. ആ ആളുടെ മന്ത്രിയാണ് ഞാൻ. ആ മന്ത്രിയായ എനിക്ക് ഇന്നെ പദവികളും കഴിവുകളും ഇതൊക്കെ ഉണ്ട്. അതനുസരിച്ചാണ് എന്റെ ജീവിതവും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അതനുസരിച്ചാണ് ഈ നാട്ടിൽ അങ്ങനെ ഒരു ബാലൻസ്, അതായത് ഒരു അഹന്തയുടെ ഒരു വകുപ്പും കൂടി അതിനകത്തുണ്ട്. അങ്ങനെയാണ് ആ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ചവിട്ട് നാടകം എന്ന് പറയുന്നത്. ചവിട്ട് കാൽ പ്രയോഗത്തിലൂടെയാണ് നമുക്ക് കൂടുതൽ ഇതിനകത്ത് പ്രാഗൽഭ്യം. അതായത് ഒരു സിൽനാടകം നടക്കുമ്പോൾ നമ്മൾ നടന്നു ഇങ്ങനെ അഭിനയിക്കുന്നതും ഈ ചവിട്ടിലൂടെയാണ് ആ അർത്ഥമൊക്കെ. അതായത് ഓരോ ഗാംഭീര്യ വാക്കുകൾക്കും ഒരിതനുസരിച്ച് ചവിട്ടാണ് കൊടുക്കുന്നത്. ആ ചവിട്ടിനനുസരിച്ചാണ് ചവിട്ട് നാടകം എന്നുള്ള രീതിയിൽ വകുപ്പ് വരുന്നത്. പ്രശസ്തി കുറവായിട്ട് എനിക്ക് തോന്നിണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ വെച്ചാല് ഞാൻ ഈ നാടകത്തിൽ പെട്ടതിന് ശേഷം ഒരു 10-20 കൊല്ലം വരെ ഇത് കള്ളുകൂടി നാടകമാണ് എന്നുള്ളത്. എന്നാലും കണ്ടുപിടിച്ചാലേ ചവിട്ടാടം നടക്കുള്ളൂ പിടിക്കുള്ളൂ. അങ്ങനല്ല. ഞാനിത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ചരിത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ചരിത്രമാണ് നമ്മൾ ഇത് അവതരിപ്പിക്കുന്നത്. ചരിത്രം നല്ല രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്രം പഠിച്ചവനാണെങ്കിലും അവൻ കണ്ട് രസിച്ചിട്ട് അവൻ നമ്മളോട്
സംസാരിക്കും, ഇന്ന കാര്യം കൊള്ളാം. അപ്പൊ ആ രീതി നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പിന്നീട് നമ്മൾ നാടകം കൊണ്ടുപോകുന്നത്. അപ്പൊ എനിക്കത് മനസ്സിലായി, ഈ കള്ളും പരിപാടി അല്ല ഇതിനകത്ത്. അപ്പൊ ആ ഒരു രീതിയിൽ, അതായത് എന്താ വെച്ചാൽ ഇതിനകത്ത് അധ്വാനം കൂടുതലുണ്ട്. എന്താ വെച്ചാൽ ഒരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മന്ത്രിപാത്രനും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനെ കളിക്കുമ്പോൾ വേണ്ട അരമണിക്കൂറോളം ഒരു വ്യക്തി നിന്ന് ചവിട്ടി കളിക്കണം. അത് കഴിഞ്ഞതിന് ശേഷമേ മാത്രമേ എനിക്ക് പുറത്തോട്ട് മാറാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് അവതരിപ്പിച്ച്, ജനങ്ങളെ അവതരിപ്പിച്ച് കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ, ഞാൻ ഈ കാണിച്ച കാര്യങ്ങൾക്ക് എനിക്ക് അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ച് കൃത്യമായിട്ട് നിൽക്കണം. ഞാൻ കള്ളം കുടിച്ച് വെയിൻ തല്ലി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേ ഹേ എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റും. അക്ഷരങ്ങൾ സ്ഫുടമായിട്ട് പാടണം, അന്ന് സ്വന്തമായിട്ട് പാടണം. ഞാൻ കളിക്കുന്ന കാലത്ത്, എന്റെ ശിഷ്യപ്പെട്ട കാലത്ത് സ്വന്തമായിട്ട് 48 പടി പാട്ടാണെങ്കിൽ 48 കാണാപ്പാടം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാടി രംഗത്ത് കളിക്കണം. അതിന്റെ മുറകളും മുദ്രകളും അതിന്റെ അടന്തകളും എല്ലാം കൗത്തങ്ങളും എല്ലാം നമ്മൾ അവതരിപ്പിക്കുന്ന സ്റ്റേജിലാണ്. അതിന്റെ കഴിവുകളാണ് നമ്മുടെ ജനങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നത്, ജനങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ അത് ശ്രമിച്ച് ചെയ്യുമായിരുന്നു. അതാണ് നമ്മുടെ ചവിട്ടുകാരന്റെ വിജയം. അതായത് ഓരോ പാർട്ടും, അതായത് ഇപ്പൊ ഞാൻ മന്ത്രിയാണെങ്കിൽ ആ മന്ത്രിയുടേതായ വേഷം കെട്ടിയിരിക്കുന്ന ഞാനാണെങ്കിൽ ആ മന്ത്രിയുടേതായ എല്ലാ ഇതും നമ്മ രംഗത്ത് ചൊടിയോടുകൂടി അവതരിപ്പിക്കുക. ആ അവതരിപ്പിക്കുന്ന രംഗങ്ങള് സ്പഷ്ടമായിട്ടും സ്ഫുടമായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അന്ന് ആ കാലഘട്ടത്തിൽ ഇത്തിരി കുഴഞ്ഞൊക്കെ പോയിട്ടുണ്ട്, പ്രശ്നങ്ങളായിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ഫെബ്രുവരി 29 മാതാവിന്റെ പള്ളിയിൽ കളിച്ചപ്പോൾ ഞാൻ ഒറ്റക്കാണ് 2 മണിക്കൂർ നിന്ന് പാടി, ജനങ്ങൾക്ക് വേണ്ടി പാടി, എല്ലാം ചെയ്തു കൊടുത്തത്. പെൺപിള്ളേരാണ് കളിച്ചത്. പെൺപിള്ളേര് 17 പിള്ളേരാണ് ആ പിള്ളേർ കളിച്ചത്. വളരെ ഭംഗിയായി എന്നുള്ളതാണ് തോന്നുന്നത്. പക്ഷെ എന്റെ മനസ്സിൽ ഭംഗിയായിട്ടില്ലെന്ന് ഞാൻ പറയും. കാരണം ഒരു 60% വിജയിച്ചിട്ടുണ്ട്, 40% വിജയ സാധ്യത അതിനകത്തുണ്ട്. പക്ഷെ അത് ഞാൻ അവതരിപ്പിച്ച് ജനങ്ങളെല്ലാം നല്ല കയ്യടിയും കിട്ടി, എനിക്ക് സന്തോഷം. പക്ഷെ എന്റെ മനസ്സിലുണ്ടല്ലോ, എന്റെ കല, ഞാൻ പഠിപ്പിച്ച കല എന്ന് പറഞ്ഞാൽ പഠിച്ച കല അതനുസരിച്ച് പൂർണ്ണമായിട്ട് അത് പൂർണ്ണമാണെങ്കിൽ അത് 100% മന്നം. അപ്പൊ അതനുസരിച്ചുള്ള ഗാംഭീര്യം ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ചെയ്യണം. അപ്പൊ അത് പെൺപിള്ളേരായതുകൊണ്ട് പിന്നെ ഞാനത് ഇന്നത് മുണ്ടിയില്ല, മുണ്ടാൻ പറ്റൂല. പെൺപിള്ളേരോട് എനിക്ക് ഒരു പരിചയമുണ്ട്, പരിചയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എന്നെ പോലെ തന്നെ ഇപ്പൊ നിന്റെ അമ്മനോട് ഞാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ല എന്നൊരു ഞാൻ വിട്ടുകളയും. കാരണം നിന്റെ അമ്മനെ ഞാൻ നാടകം പഠിപ്പിച്ചിട്ടുണ്ട്. രംഗത്ത് വന്നിട്ട് അത് ചെയ്യേണ്ടത് ശരിയായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതി ചെയ്യണമെന്ന് ഞാൻ ചൂടായിട്ട് അവിടെ പറയാൻ പറ്റും. അത് തന്മയത്വത്തോട് തന്നെ കൈകാര്യം മാത്രമേ അത് പോകാൻ പറ്റുള്ളൂ. കാരണം ഒരു കലാകാരന്റെ മനസ്സെപ്പോഴും സന്തോഷകരമായിട്ടും ശാശ്വതമായിട്ടും നിൽക്കണം. അതാണ് വേണ്ടത്. അത് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറയുന്നു. എനിക്ക് ഒരുപാട് ശിഷ്യന്മാർ വരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ കാഠിന്യം, ബുദ്ധിമുട്ട് തന്നെ. അതുകൊണ്ട് ഒരുപാട് കൊച്ചുപിള്ളേര് വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള പിള്ളേര് ചവിട്ടുകാടം പഠിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ ഞാനപ്പോൾ ആലോചിക്കണത്, ഇതുങ്ങളെ ഞാൻ ചവിട്ടുകാടം പഠിക്കുമ്പോൾ ചവിട്ടുകാടത്തിന് ഹരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചവിട്ടുകാടത്തിലായി പോകും. ചവിട്ടുകാടം കൊണ്ട് അവരുടെ ജീവിതം ഒന്നും ശാശ്വതമാവില്ല. പക്ഷെ അവര് വിദ്യാഭ്യാസ രംഗത്ത് നഷ്ടപ്പെടുകയും ചെയ്യും. ക്ലാസ്സിലുള്ള എടുക്കുന്ന പ്രൊഫഷണൽ കാര്യങ്ങളിലൊക്കെ നഷ്ടം സംഭവിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്റെ ചവിട്ടുകാടത്തിന് മാത്രം ശ്രദ്ധ ചെലുത്തി അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചവിട്ടുകാടം കൊണ്ട് അവരുടെ ജീവിതം രക്ഷപ്പെടാനോ അവർക്ക് നാളെ എന്തെങ്കിലും ഒരു സമ്പാദിക്കാനോ പരിപാടിയൊന്നും നടക്കൂല. ഇതൊരു കല മാത്രം. അപ്പൊ ഇതൊരു സൈഡായിട്ട് കാണുകയും വിദ്യാഭ്യാസം മുന്നിട്ട് നിർത്തിയിട്ട് വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ടൈം കിട്ടുന്ന സമയം നമുക്ക് ഈ നാടകം പഠിപ്പിച്ച് ഒരു സൈഡായിട്ട് കാണുക മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് ഒരു ആശാസ്ഥാനത്ത് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ എപ്പോഴും, ഇപ്പൊ ഈ കഴിഞ്ഞ നാടകം പഠിപ്പിച്ചപ്പോഴും പിള്ളേര് വിദ്യാർത്ഥികളാണ് കളിച്ചത്. +2, +1, ബികോം, BSc ഒക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടായിരുന്നു. പക്ഷെ അവരോട് ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തിയിട്ട് ഒരാളും ഈ ചവിട്ടുനാടത്തിൽ വന്ന് കളിച്ച് ഒരിക്കലും പേരെടുക്കാൻ നിൽക്കണ്ട. കാരണം വേറെ ഒന്നല്ല, ചവിട്ടുനാടത്തിൽ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തിയിട്ട് ഒരിക്കലും നാളെ എനിക്ക് വന്നിട്ട് നിങ്ങളതൊന്നും സഹായിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എക്സ്ട്രാ ടൈമിൽ ഇത് ഉപയോഗിക്കുന്നു, അതനുസരിച്ച് കളിച്ചു പോവുക. ചവിട്ടുനാടത്തിൽ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുണ്ട്. അത് നമ്മളൊരു പാർട്ട് ടൈം പരിപാടിയായിട്ട്, അതായത് ഒരു 1/2-3/4 മണിക്കൂർ പരിപാടി എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട്
ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു ഇത് ഏതെങ്കിലും നാടകത്തിന്റെ ഏതെങ്കിലും ഒരു 10-15 മിനിറ്റ് എന്നുള്ള പരിപാടി അതിനകത്ത് പുറത്ത് ഇടയ്ക്കെടുത്തിട്ട് അവരെ പഠിപ്പിക്കുകയും അവരെ മുറകളും കാണുന്ന സമയത്ത് അവതരിപ്പിക്കാനുള്ള നല്ല ത്രസിപ്പിക്കുന്ന ജനങ്ങളെ ത്രസിപ്പിക്കാവുന്ന രീതിയിലുള്ള പഠിപ്പിച്ച് അവരെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോൾ അവർക്കത് നല്ലൊരു ഇതായിട്ട് തോന്നും. അത് ചവിട്ടുകാടകമാണ്. എന്നാൽ ചവിട്ടുകാടം ഇന്ന് ഇത് അവതരിപ്പിച്ചു എന്നത്. പക്ഷെ അതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തില്ല. ആ വിദ്യാഭ്യാസം നഷ്ടപ്പെടാത്ത രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം അതേ പാടുണ്ട്. കാരണന്മാര് ബ്ലേഡ് കമ്പനിയിൽ നിന്ന് പോലും പണം കൊടുത്ത് പലിശക്ക് പണം കൊടുത്തിട്ട് മക്കളെ പഠിപ്പിക്കുമ്പോൾ ആ മക്കള് ഈ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന രംഗത്ത് ചവിട്ടാടമായിട്ട് പോയി കഴിഞ്ഞാൽ ചവിട്ടാടം കൊണ്ട് ഒന്നും സമ്പാദിക്കാനും നാളെ കുടുംബം പുലർത്താനൊന്നും പറ്റില്ല. ഇതൊരു ചെറിയ സൈഡ് കല. ആ സൈഡ് കലയായിട്ട് മാത്രം കാണുക. എന്നാൽ വിദ്യാഭ്യാസത്തിന് മെയിനായിട്ട് നമ്മൾ മുൻതൂക്കം കൊടുക്കുക. ആ രീതിയിൽ മാത്രമേ ഞങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് വരുന്ന പിള്ളേർ ആരാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടാ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തിയിട്ട് ചവിട്ടാടത്തിന് പ്രോത്സാഹനം കൊടുക്കണ്ട. ചവിട്ടാടം ഒരു സൈഡായിട്ട് കാണുക. ഞാൻ കല അവതരിപ്പിക്കുന്നു, അവതരിപ്പിച്ച് അങ്ങനെ പോയി. അല്ലാണ്ട് മറ്റുള്ള ഇത് അല്ലെങ്കിൽ ഈ കല കൊണ്ട് നാളെ ജീവിക്കാനുള്ള പരിപാടി നടക്കില്ല കേട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും പറഞ്ഞു. ആര് വന്നാലും നാളെ ഒരു വിദ്യാഭ്യാസ രംഗത്ത് മോള് വന്നപ്പോൾ ഞാൻ പറയും, മോളെ വിദ്യാഭ്യാസ രംഗം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ കലയ്ക്ക് മുൻതൂക്കം കൊടുക്കുക. കാരണം പറയാം, ഞാനൊരു കല നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ആ കല ഓർത്ത് കിടന്ന് കിടത്തുറങ്ങുമ്പോഴാണെങ്കിൽ ആ സെന്നെ പഠിപ്പിച്ചത് ആ സെന്നെ പഠിക്കും. പക്ഷെ എന്താണ് അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ രംഗമായിട്ട് ബന്ധം വിട്ടുപോകും. വിദ്യാഭ്യാസ രംഗത്ത് നാളെ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ള പരിപാടിക്ക് എഴുതാനുള്ള പരിപാടി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വായിച്ചും ചെയ്ത് പഠിച്ച ആ രംഗം ഈ ചവിട്ടാൻ രംഗത്ത് മാറിക്കേണ്ടത് ബുദ്ധിമുട്ടാണ്. കാരണം അത്രത്തോളം കാശ് മുടക്കിട്ടാണ് കാരണന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തേക്ക് പിള്ളേരെ കൂടുതൽ ഞാൻ പ്രസ് ചെയ്യാറില്ല. എങ്കിലും അരമണിക്കൂർ 3 മണിക്കൂർ കളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ച് മാത്രമേ ഈ പിള്ളേരുടെ മനസ്സിൽ ഞാൻ അത് കൈകാര്യം കയറ്റി കൊടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അവർ അവതരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇപ്പൊ ഈ മാതാവിന്റെ പള്ളിയിൽ ആ കാര്യം വിജയിച്ചത്. അതുപോലെ ഞാൻ അപ്പച്ചൻ പറഞ്ഞതാണ് കുട്ടിസ്വാംഗ സിനിമയിൽ മമ്മൂട്ടിക്ക് പരിശീലനം കിട്ടാൻ അതിനെ കുറിച്ചുള്ള അഭിപ്രായം അല്ലെങ്കിൽ ആ ഒരു അനുഭവം പറയാം. അതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ജോസഫച്ചൻ വലിയ ജോസഫച്ചൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ചേർത്തല കൃപാസനം അച്ഛൻ എന്നെ വിളിപ്പിച്ചിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അപ്പൊ ചേർത്തലക്കാരും അവരുള്ള ആൾക്കാരൊക്കെ നാടകക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആരാണെങ്കിലും എന്തായിക്കോട്ടെ എങ്ങനെയായിക്കോട്ടെ. അപ്പൊ മമ്മൂട്ടിയും ഞാനും കൂടി നിന്നും കൊണ്ട് മമ്മൂട്ടിയോട് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. പക്ഷെ ചവിട്ടാളെന്ന് പറഞ്ഞെങ്കിൽ മമ്മൂട്ടിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഈ അവർക്കെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങള് കിട്ടുന്നവരോട് അവരെന്തെങ്കിലും കാണിച്ചതല്ല. പക്ഷെ അതിന്റെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങളാണ് ചെയ്തെങ്കിലും പിന്നെ അവസാനം ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോ എന്നുണ്ടെങ്കിൽ മമ്മൂട്ടി ചെയ്യുന്നത് മാത്രമേ കാണിക്കുള്ളൂ. കാരണം എന്നെ ഒരു സ്ലേറ്റ് മാറ്റ ഒരു പരിപാടിയിൽ ടിവിയുടെ ഒരു സ്ക്രീൻമാരതിനകത്ത് കാണിക്കും. എന്നെ മമ്മൂട്ടി അപ്പാപ്പ വിളിക്കും. മമ്മൂട്ടി എന്നെ വിളിച്ചിട്ട് പറയും, അസനെ നമ്മൾ രണ്ടുപേരും നിൽക്കണണ്ട, ഇതേപോലെ ഭയങ്കര ഫൈറ്റ് മറ്റാന്ന് ഞാൻ പറഞ്ഞു. ഇതല്ലേ എനിക്ക് വലിയ താല്പര്യമുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞ് എങ്കിലും പുള്ളി എന്നെ ഒരു പ്രോത്സാഹനം തരുമായിരുന്നു. അത് നല്ലൊരു കാര്യം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ചവിട്ടുകാട് നമ്മള് അന്ന് കാണിച്ചപ്പോ ചവിട്ടുകാടത്തിന്റെ നല്ല ഗാംഭീര്യമായ ഒരു കാര്യങ്ങളൊന്നും എനിക്ക് കാണിച്ചിട്ടില്ല. ചവിട്ടുകാടത്തിന്റെ എന്തുട്ട് അതിനകത്ത് കാണിച്ചേക്കണ ഒന്നും തന്നെ ഇല്ല അതിനകത്ത്. ഞാനൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഒടിപ്പിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നി, ഈ ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് തന്നെ വീട്ടിൽ കൊണ്ടുപോയ ഭയങ്കര ഇതായിരിക്കുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ പിന്നെ ആ കാര്യം വിട്ടുകളഞ്ഞു. എന്ന് വെച്ചാൽ നമുക്ക് ആ നടക്കൂല. അത് നമുക്ക് എപ്പിസോഡുകളായിട്ട് അവതരിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വകുപ്പില് ഒരു ചവിട്ടുകാടകം ഇപ്പൊ തന്നെ ഇപ്പൊ നമുക്ക് ആരും സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ സെൻസബാസിനാണ് അവതരിപ്പിച്ചത്. അത് നമുക്കൊരു 5-8 എപ്പിസോഡുകളായിട്ട് അവതരിപ്പിക്കാവുന്ന സംവിധാനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ രീതിയിൽ സെറ്റ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് അവതരിപ്പിക്കാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ പേര് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. സാമ്പത്തികത്തിന്റെ കാര്യത്തിലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണ് നമ്മളത് പോകുന്നത്. അങ്ങനെ കുഴപ്പമില്ല അതിനകത്ത്. വേറെ ഒന്നും അതിനകത്ത് ഒരു മെച്ചമില്ല. പുള്ളിക്കാരനോട് ഞങ്ങളെ വിളിച്ച് ചവിട്ടുകാരക്കാരെ മുഴുവനും വിളിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കലാകാരന്മാരെ മുഴുവനും അവിടെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ക്രിസ്ത്യൻ ഇതനുസരിച്ച് ദേവാസ്ത വിളി, ഉത്തംപാന, അമ്മാനം,
പിന്നെ അങ്ങനെയുള്ള നമ്മുടെ വണക്കമാസ ഇതുകൾ എല്ലാം അച്ഛനെ ഭയങ്കര താല്പര്യമാണ്. ആ കാര്യത്തിലൊക്കെ അച്ഛൻ നല്ല മുൻപന്തിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഈ കടലിൽ പോകുന്ന വള്ളത്തിൽ പോകുന്ന ഒരുപാട് ജനങ്ങൾ അച്ഛൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നല്ലൊരു ഇതൊക്കെ ഉണ്ട്. അതൊക്കെയാണെന്ന് കണ്ടത് അച്ഛൻ്റെ വിജയം എന്നുള്ളത്. അതാണ് അച്ഛൻ എന്നുണ്ടെങ്കിൽ ഭയങ്കര ഞങ്ങളൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. ഞങ്ങളൊക്കെ ഒരു 1-2 മാസത്തോളം അവിടെ നിന്ന് കഴിച്ചു കൂട്ടിയവരാണ്. പക്ഷേ രാജന്റെ പേര് മറ്റുള്ളവരൊക്കെ സിനിമാന്മാരൊക്കെ അവിടെ വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. എന്നുണ്ടെങ്കിൽ ജോസഫ് അച്ഛൻ്റെ ഇതില് നമുക്ക് മറ്റുള്ളവരെന്ന് പറയാൻ പറ്റില്ല. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അവര് പറയുന്നതനുസരിച്ചാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചെല്ലാനം ഓരോള്ള ആൾക്കാർ അവര് അവിടെ നാടകം അവതരിപ്പിക്കണം പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പൊ ചെല്ലാനത്തേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, നാടകം കാണാനുണ്ട്. അവരൊക്കെ എന്നോട് ക്ഷണിച്ച് അച്ഛനെ ഒന്ന് വരണം, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഞാൻ എന്ത് വരാനുള്ളൂ, എനിക്ക് എന്നെ ഈ ശിഷ്യന്മാര് പിള്ളേരൊക്കെ ആയിട്ട് പോകാനുണ്ട്. ഞാനതൊന്നും എനിക്കെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. എനിക്ക് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ നടത്തണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഒതുങ്ങി കൂടിയേക്കുന്നത്. പാരമ്പര്യ കലയാണ്. പക്ഷെ അതിന് എന്നെ സപ്പോർട്ട് ചെയ്യാണ്ട് ആളില്ല. അതാണ് ഏറ്റവും വലിയ പ്രയാസം. ഞാൻ ഒരു 8-9 കല എന്റെ മനസ്സിൽ ഞാൻ പഠിപ്പിച്ച കലകളുണ്ട്. ആ 8-9 കലകൾ എനിക്ക് അവതരിപ്പിക്കാനായിട്ട് എനിക്കൊരു അവസരം തന്നാൽ, എനിക്ക് ശിഷ്യന്മാരെ കിട്ടുന്നുണ്ടെങ്കിൽ, പിള്ളേരെ കിട്ടുന്നുണ്ടെങ്കിൽ അത് പഠിപ്പിച്ച് കളിപ്പിച്ച് ഈ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പോയിട്ട് ഈ ക്രിസ്തീയ കലകളുടെ ഒരു നല്ലൊരു നമുക്ക് നടത്താനായിട്ട് സാധിക്കും. പക്ഷേ എനിക്കിപ്പോൾ ഞാൻ സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടു പോയി. അതാണ് സംഭവം. ഞാൻ ജോലി ചെയ്തിട്ട് ഞാൻ വേറൊന്നുമല്ല, ഇല്ലായ്മയിൽ വളർന്നു വന്നതാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലായതുകൊണ്ട് എനിക്ക് വേറൊന്നുമില്ല. എന്നാലും ഞാൻ ജോലി എടുത്താണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇനിയിപ്പോ എനിക്കെന്നുണ്ടെങ്കിൽ സാമ്പത്തികം ഉപയോഗിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ആൾക്കാരെ കൂട്ടി പരിപാടി നടത്താം, എന്നാൽ അതിനകത്ത് എന്തെങ്കിലും ചിലവൊന്നും ഞാൻ കൈകാര്യം ചെയ്യും എന്ന് പറയാനായിട്ട് എനിക്കിപ്പോ നടക്കില്ല. എന്നാൽ നമ്മുടെ പഴയ കാരണന്മാർ എന്താ ചെയ്തിരുന്നത്, നമ്മുടെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ആര്യമാരെ പൊട്ടിച്ചിട്ടാണെങ്കിലും, ഒരു പശു നമ്മുടെ വീട്ടിൽ കറവ പശു ഇപ്പുണ്ടെങ്കിൽ ആ കറവ പശുവിന് പിടിച്ച് വിട്ടിട്ടാണെങ്കിലും, നല്ലൊരു മാവ് മണ്ണോട് നല്ല സൈസിന് മാവ് നമ്മുടെ മുറ്റത്ത് ഇപ്പുണ്ടെങ്കിൽ അതറുത്തിട്ട് സ്റ്റേജ് പലകർത്ത് സ്റ്റേജ് ഉണ്ടാക്കിയാൽ ആ രീതിയിലൊക്കെയാണ് നമ്മുടെ കാരണന്മാർ ആ നാടകം അന്ന് നടത്തിക്കൊണ്ട് വിജയിച്ചു പോകുന്നത്. അന്നും നമ്മുടെ കുടുംബങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ കാരണന്മാർ പൗരാണികർ ഈ നാടകം കല അവതരിപ്പിച്ചത്. അവർക്ക് ഒന്നും ഒരു വിജയം കിട്ടിയിട്ടില്ല, ഒരു 10 പൈസയുടെ ഒരു സഹായം കിട്ടിയിട്ടില്ല. ഇന്നും അവരുടെ കുടുംബത്തിനും ഒരിക്കലും ഒരു സഹായം പോലും കിട്ടിയിട്ടില്ല. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ നാടകത്തിൽ കളിക്കാൻ വരുന്നവർക്ക് ഞാൻ ഒരു 500 രൂപയെങ്കിലും അവർക്ക് കൊടുത്തിട്ട് വേണം ഒരു നടനും പറഞ്ഞു വിടണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാനിപ്പോൾ ഓരോ പള്ളികളിലും ഓരോ സ്ഥലങ്ങളിലും ഞാൻ അപേക്ഷിക്കാറുണ്ട്. എൻ്റെ ഒരു കല അവതരിപ്പിക്കും, ഞാൻ ഒരു കല പഠിച്ചിട്ടുണ്ട്, ഞാൻ ഈ കല ഞാൻ കൈകാര്യം ചെയ്യാം, എനിക്കൊരു ഇത്ര ഇതിൻ്റെ ചിലവ് വഹിക്കുന്നില്ല, എനിക്ക് ഇന്ന് ഇതാ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചവിട്ടുകളൊന്നും ഇവിടെ വേണ്ട, ചവിട്ടുകളൊന്നുമില്ല, ഞങ്ങൾക്ക് ആനയോടെ വെച്ചോളാം, ഞങ്ങൾ മെഗാഷോ വെച്ചോളാം, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എന്തെങ്കിലും പരിപാടി നടത്തിക്കോളാം, അതുകൊണ്ട് നിങ്ങളുടെ ചവിട്ടുകളൊന്നും ഇവിടെ വേണ്ട. ചവിട്ട് നാടകത്തെ ഇന്നും പുച്ഛിച്ചള്ളിക്കൊണ്ടിരിക്കും. ഈ ചവിട്ട് നാടകം നമ്മുടെ സുനകദോസിന് വരെ ഉപയോഗപ്പെട്ടിട്ടുള്ള ഒരു വകുപ്പാണ് എന്നുള്ള മനസ്സിലാക്കാതെ ക്രിസ്ത്യാനികൾ പോലും ചവച്ച് തുടങ്ങുന്ന ഒരു പരിപാടിയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ന് ഞാൻ പറയുന്നത് ചവിട്ടുനാടകം, പരിചമുട്ടുകളി, മാർഗം കളി, ഇത് നമ്മുടെ 3 കലകൾ. ഇത് വിജയിക്കാനും ഇത് വളരാനും വളർത്താനും പ്രചരിപ്പിക്കാനും നമ്മുടെ ക്രിസ്ത്യാനികളെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതെന്റെ ഏറ്റവും വലിയൊരു സങ്കടകരമായ ബുദ്ധിമുട്ടുള്ള കാര്യം പറഞ്ഞിട്ട്. പിന്നെ എനിക്കൊക്കെ എന്താണ് ഇരിപ്പായി. എന്നാലും ദൈവം അനുഗ്രഹിച്ചിട്ട് ഇന്ന് ഞാൻ ഈ കാണുന്ന ഒരു സ്റ്റേജിൽ വന്നിട്ട് ആ സ്റ്റേജിൽ ഒരു രാജാപ്പാർട്ടിന് മന്ത്രിപ്പാർട്ടിന് ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചവിട്ടി പൊളിച്ച് കളിക്കാനുള്ള തൻ്റെ ഇടത്തോട് ഇന്നും ഞാൻ വെല്ലുവിളിച്ച് പറയാറുണ്ട്. എവിടെ ചെന്നാലും ഞാൻ വെല്ലുവിളിയോടെ തന്നെ സ്വീകരിച്ചിട്ട് കോർട്ട് ചെല്ലാനും പറഞ്ഞ് ഞാൻ ഇന്നും എന്നെ അവര് സ്നേഹത്തോടെ കാണണേ. എവിടെ ചെന്നാലും ചവിട്ടി പൊളിച്ചേനെ കളിക്കൊള്ളു. അതനുസരിച്ച് അതായത് ആ ഓരോ ഭാഗം എടുക്കുമ്പോൾ അതനുസരിച്ച് അത് എന്റെ കഴിവല്ല, എനിക്ക് ദൈവം തന്നെ കഴിവാണെന്നാണ് ഞാൻ കണ്ടത്. അതനുസരിച്ച് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്കത് അവതരിപ്പിക്കാനുള്ള അവസരം തന്നെ ഇല്ല. അതാണ്
ആ അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാണില്ലേ? അന്ന് അന്ന് ഒന്നിച്ച് കൊണ്ടുപോകാൻ. അന്ന് ഞങ്ങളെ ക്ഷീണം ഞങ്ങൾ മനസ്സിലാക്കില്ല. ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ജോലി വന്ന് വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, അപ്പൊ തന്നെ കുളി ജോലി കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ നേരെ കളരിലേക്ക് പോവുകയാണ്. കളരിൽ പോയിട്ട് 2-3 മണിക്കൂർ അവിടെ കൂടെ ചവിട്ടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഇതും കൂടി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച്, ഭക്ഷണം ഉണ്ടെങ്കിൽ ഉണ്ട്, അത് കഴിച്ചിട്ട് കിടന്നുറങ്ങുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ആ സാഹചര്യം അന്നത്തെ കാലം. എന്റെ കാലഘട്ടം എന്ന് പറഞ്ഞെങ്കിൽ 55-60 വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ്. ആ ഒരു സാഹചര്യം ഇന്നിപ്പില്ല. ഇപ്പൊ ഭക്ഷണങ്ങളും കാര്യങ്ങളും വീടുകളിലുണ്ട്. എങ്ങനെ നഷ്ടപ്പെട്ടാലും എന്തെല്ലാം നഷ്ടപ്പെട്ടാലും വീടുകളിൽ ഭക്ഷണങ്ങളുണ്ട്. എന്റെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഭക്ഷണങ്ങളില്ല, ഒന്നുമില്ല. ഞാൻ എന്തെല്ലാം എന്തിനു സാറിനെ കുറിച്ച് 10ാം ക്ലാസ് ഞാൻ പഠിച്ച് തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് എനിക്കൊരു കട്ടൻ ചായ എന്റെ അമ്മക്ക് താഴ്ചണ്ട്. അങ്ങനെ ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മളൊക്കെ ഇല്ലായ്മ. പിന്നെ ഈ ജോലി കിട്ടിയതിന് ശേഷം ഞാൻ ഇതെല്ലാം സംഭവിച്ചു. ഈ ഇതിൽ നിന്ന് എന്റെ മൂത്ത മോനാണ് പോണത്. ഞാൻ പറഞ്ഞാല് ഞാൻ ജോലി കിട്ടിയതിന് ശേഷം സമ്പാദിച്ച കാര്യങ്ങൾ 10 സെന്റ് ഭൂമി മേടിച്ച് എനിക്കൊരു ഭയങ്കര വാശിയായിരുന്നു. എനിക്കും വേണം 10 സെന്റ് ഭൂമി. അതായത് 70 ഇവിടെ 10 സെന്റിന്റെ പരിപാടിയൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും 10 സെന്റ് കൊടുത്തപ്പോൾ നമുക്കൊന്നും ഭൂമിയില്ല, ഒന്നുമില്ല. അന്ന് ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് 10 സെന്റ് ഭൂമിയും വേണം, എനിക്ക് 2 മക്കൾക്ക് വീടും വേണം, പരിപാടി ഒന്നും ആഗ്രഹിക്കും. പക്ഷെ 2 പേർക്കും ഭൂമി പരമൊന്നും കൊടുക്കാൻ പറ്റില്ല. എങ്കിലും ഞാനത് ഇതിടാം. ഇപ്പൊ ഈ കാണുന്ന എന്റെ കൊട്ടാരം, മോളും അപ്പച്ചനും കയറിയിരിക്കുന്നത് ഇതെന്റെ കൊട്ടാരം. ഇതിപ്പോ നമ്മുടെ 5-8-6 മുറിയുണ്ട്, മോളിലും മുറിയുണ്ട്. ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ കൊച്ചുമ്പള്ളി ജോലി കിട്ടി പരിപാടി അങ്ങനെയാണ് സംഭവിച്ചത്. ഇത് എന്നെ പോലെ വരുമാനവും പരിപാടിയും ഇല്ലാത്തവർ പോലും ഈ ചവിട്ടുപാടയിൽ കളിച്ചിട്ട് ഒന്നുമില്ലാണ്ട് നിൽപ്പോലാണ്ട് മരിച്ചുപോയ ആൾക്കാർ. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം. അവരൊക്കെ വീടുകളിൽ ഞാൻ പോയിട്ട് അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് വേറെ മാർഗമില്ല. അതെനിക്ക് പറ്റുള്ളൂ. ഇത് മറ്റു വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ മരണാനന്തരമായ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. കുറച്ചുകൂടെ അടുത്ത കാലത്ത് എങ്ങാനും കുറച്ചുകൂടെ പ്രശസ്തിയും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാല് ഒരു 3-4 നാടകങ്ങൾ എനിക്ക് അവതരിപ്പിക്കണമെന്നുണ്ട്. അത് അവതരിപ്പിക്കാൻ എനിക്ക് വേദി കിട്ടിയാൽ മിക്കവാറും തിരക്കില്ലാത്തൊരു ഇത് കിട്ടും. പക്ഷെ എനിക്ക് പേര് പ്രശസ്തിയല്ല, ഈ കല വളരണം. ഇങ്ങനെ കല ഇവിടെ ഉണ്ടായിരുന്നു. ഈ കല ഇത് വളർന്ന് യുവതലമുറകളിലേക്കൂടെ പകർന്നു കൊടുത്ത് അവരെ കൂടി വളർത്തിക്കൊണ്ടുവന്നിട്ട് ഈ കല ഈ ലോകത്ത് നിലനിർത്തണമെന്നുള്ള ഇതാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാവും ഇല്ലെന്ന് പറയാൻ പറ്റൂല. അതാണ് ഞാനെന്നുണ്ടെങ്കിൽ എന്ത് കാര്യം കണ്ടാലും എപ്പോഴും ചെറുപ്പക്കാർ പിള്ളേരോട് എടാ വാടാ നമുക്ക് പഠിക്കടാ പഠിക്കടാ. പക്ഷെ താല്പര്യം കുറവാണ്. എങ്കിലും ഒരു നാടകം സ്റ്റേജ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം പോലെ ഒരു 2-2 ആഴ്ചക്ക് ഭയങ്കര പ്രഷറായിരിക്കും. ആശാനെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ സാമ്പത്തികം ഈ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും വളർത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ വകുപ്പില്ല. ഞാൻ ഒരു ഞായറാഴ്ച ഒരു 10,000 രൂപ ആൾക്കാർ വരും, അവർക്ക് ചായയും പരിപാടി കൊടുത്തിട്ട് ഞാൻ വരും. പക്ഷെ അത് എത്ര നാൾ ചെയ്യാൻ പറ്റും? നടക്കില്ല. അപ്പൊ ആ ഒരു വകുപ്പിലാണ്. അതായത് തനതായ കലകൾ പഠിക്കാനായിട്ട് നമ്മുടെ ആൾക്കാർക്ക് താല്പര്യമില്ല. ഇന്നും ഈ മെഗാ ഷോയൊക്കെ നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞ 10 ലക്ഷം ചിലവാക്കേണ്ടി പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞുപിച്ചേട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ മെഗാ ഷോ നടക്കണത് 1.5 ലക്ഷം രൂപക്ക് മെഗാ ഷോ നടക്കണമെന്നുണ്ടെങ്കിൽ 10, 30, 40 പേർക്ക് വേണ്ടി ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ ചെലവും വണ്ടിക്കാശും പരിപാടിയും കൊണ്ടുപോയി എന്ത് കിട്ടും ഒരാൾക്ക്? ഒരു 500 രൂപ കിട്ടൂല എന്നുള്ള കണ്ടീഷൻ എനിക്കറിയാം. അപ്പൊ പിന്നെ എന്താണെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ എന്ന് പറഞ്ഞെങ്കിൽ അത് ലാസ്റ്റ് പിള്ളേരാണ് അത് ചെയ്യുന്നത് വന്നതിന്, അല്ലാണ്ട് വേറെ ഇല്ലാത്തത്. ഇപ്പൊ 3 കൊല്ലം അടുപ്പിച്ച് മെഗാ ഷോയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ സെൻസർ വർഷം പള്ളി. അപ്പൊ ഞാൻ പറഞ്ഞ കലാപരിപാടി എന്ത് ചെയ്യണമെന്ന് എന്നെ കൊണ്ട് പരിപാടി ചെയ്യണം, ഞാൻ ചെയ്തു തരാം. അതിന് ചെലവുണ്ട്, നിങ്ങൾക്ക് ചെലവ് വഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ മാതാവിന്റെ പള്ളിയിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം 29-ാം തീയതി നടത്തിയ സെന്റ് സെബാസ്റ്റ്യൻ ചരിത്ര ചവിട്ട് നാടകം പെമ്പിള്ളേരെ കൊണ്ടാണ് നടത്തിയത്. ആ പെമ്പിള്ളേരെ കൊണ്ട് തന്നെ നടത്തിയ കാര്യങ്ങൾ ഇനിയും എനിക്ക് ആളെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
വെറും 6 മാസം കൊണ്ട് ആമ്പിളരാണെങ്കിലും പഠിപ്പിച്ച് ഞാൻ കളിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അതിന് ആള് വേണം, അതിന് താല്പര്യം വേണം, അതിനുള്ള ഒരു ഇതൊക്കെ ഇല്ലാണ്ട് നടക്കില്ല. ഇതാണ് കാര്യം. ഞാൻ എന്തെങ്കിലും ഒരു ബുക്കിംഗ് ഞാൻ അവരെ കാര്യം പിടിച്ച് പറയുന്നുണ്ട്. അടുത്ത 2026 സെൻസവാസം തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഒരു ചവിട്ടുകട ഞാൻ അവതരിപ്പിച്ചുതരാം. 60,000-70,000 രൂപ നിങ്ങൾക്ക് ചിലവാക്കി. അത് നിങ്ങളുടെ നമ്മുടെ ഇതിന്റെ ചെലവിന് വേണ്ടി മാത്രമാണ്. അതിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് ആന്ന് ഞാൻ പറയുന്നുണ്ട്. അതവർ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനൊന്നും വേറൊന്നും ഇല്ലാണ്ട് നിൽക്കുകയാണ്. ഞാൻ പഠിച്ച കലകൾ ആരെങ്കിലും പഠിപ്പിച്ചിട്ട് എനിക്കിത് നിലനിർത്തിക്കൊണ്ട് പോകാനുണ്ട്. ഇന്നലെ നാളെ ഞാൻ പോകും. അപ്പൊ എന്റെ അടുത്ത തലമുറ ഈ രംഗത്ത് എന്റെ ആശാമാര് പഠിപ്പിച്ച എന്റെ ചവിട്ടുനാടകം ഞങ്ങൾക്ക് അവതരിപ്പിക്കാണ്ട് ഞങ്ങൾക്ക് കഴിവുണ്ട്, ഞങ്ങൾ പഠിപ്പിച്ച് കളിപ്പിക്കും എന്ന് പറയാൻ തണ്ടോടി പറയാനുള്ള ഒരു 10-15-20 ചെറുപ്പക്കാരും പിള്ളേരും പെൺപിള്ളേരും ഉണ്ടെങ്കിൽ എനിക്കത് ഞാൻ കുഴി പോയി കിടന്നാലും എനിക്കത് സന്തോഷമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എനിക്ക് കിട്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല. അതാണ് ഇന്നത്തെ ലോകം സാഹചര്യം. പിന്നെന്താണ് പോലെ വേറെ എന്താ അറിയാം? ഒരുപാട് കാര്യങ്ങൾ. ഇനി ഓളോട് ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കോളേജിലോ എവിടെയെങ്കിലും വെച്ച് ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ എന്റെ ആശാനോട് ഞാൻ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞുതരും എന്ന് എനിക്ക് പറഞ്ഞുതരും എന്ന് പറയുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റ് എനിക്കറിയാവുന്നതാണ് ഞാൻ പറഞ്ഞത്. അത് ധൈര്യമായിട്ട് ഒരിക്കോ ഒരു കുഴപ്പമില്ല. അപ്പച്ചനൊക്കെ ആയിട്ട് കൊച്ചുമ്പോട്ട് അറിയാവുന്ന ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. എന്ത് സംശയം ഉണ്ടെങ്കിലും ചവിട്ടുനാടകത്തെ കുറിച്ച് എനിക്കറിയാവുന്നിടത്തോളം കാലം എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.